മൂവി ജസ്റ്റ് കണ്ടു. സൂപ്പർ മൂവിയാണ്. ഡയലോഗ്സിൻ്റെ കൗണ്ടർ ഡയലോഗ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറേ ചിരിച്ചു. ഒരു ഫാമിലി സ്റ്റോറി. എല്ലാവരുടെയും പെർഫോമൻസ് വെരി സൂപ്പർ സൂപ്പർ. ശരിക്കും വർത്ത് വാച്ചിങ്. ടീമൊക്കെ കണ്ട എല്ലാവരും ഹാപ്പിയാണ്. സോ അത് പോരല്ലോ, നമുക്ക് ഓഡിയൻസിൻ്റെ ഒപ്പീനിയന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ പടം ആമസോൺ പ്രൈമിൽ ഇറങ്ങിയിട്ടുണ്ടാകും. ഈ ഫാമിലീനെ ആൾക്കാർ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ഏകദേശം ഇപ്പോൾ നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്തിപ്പോൾ നമ്മുടെ ക്രൂ മൊത്തം എപ്പോഴാണ് ആദ്യമായിട്ട് പടം കാണുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവസാനത്തുമ്പോൾ കുറച്ച് ഇമോഷനൊക്കെ ഉള്ളൊരു ഡാർക്ക് ഹ്യൂമർ ജോണറിൽ വരുന്നൊരു പടമാണ്. അപ്പോൾ ഈ പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതെ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. പഞ്ചപാണ്ഡവരിൽ പിന്നെ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് ഞാൻ ഉണ്ടാക്കി ഏറ്റവും ഇളയ അനിയനായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ഞാനിപ്പോൾ ഒരു ഫൈനൽ ഔട്ട് ഞാനിപ്പോൾ തിയേറ്ററിൽ നിങ്ങളുടെ കൂടെയാണ് കാണുന്നത്. കപ്പിൻ്റെ സമയത്ത് കണ്ടതായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് കണ്ടപ്പോൾ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. നർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള സിനിമയാണ്. ചിരിക്കാനുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നല്ല പാട്ടുകളാണ്. സാറിൻ്റെ കുറേ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. കാരണം തിയേറ്ററിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് കണ്ട് ഇറങ്ങിയത്. വളരെ ഹാപ്പിയാണ്. എനിക്ക് ആദ്യം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആദ്യം മുതൽ അവസാനം വരെ ആ ഒരേ ഒരു മീറ്ററാണ് ഞാൻ പിടിച്ചു പോകുന്നത്. കുറച്ചൊരു ദേഷ്യം ആണ്. അപ്പോൾ അത് ആൾക്കാർ നല്ലത് പറയുമോ ഇല്ല ഓവറായി എന്ന് പറയുമോ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷനൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പടം കണ്ടിട്ട് എല്ലാവരും നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞു. ആദ്യം പിന്നെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പ്രശാന്ത് അലക്സാണ്ടറിനൊക്കെ വെറുപ്പിക്കാൻ പറ്റുമോ? പ്രശാന്ത് ഏട്ടൻ നല്ല കുറച്ച് ഹൈറ്റ് വെയിറ്റൊക്കെയുള്ള മനുഷ്യനെ, ഞാൻ മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ കാസ്റ്റ് വൈസ് തന്നെ ആൾക്കാർ ഇത് ആക്സെപ്റ്റ് ചെയ്യുമോ? നമ്മൾ സാധാരണ പറയില്ലേ ഭീം എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഫിഗറുള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഭർത്താവിനെ വെറുപ്പിക്കാൻ പറ്റുമോ? പക്ഷേ ഇതിൽ കണ്ടപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതിൽ സത്യം പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഒരു ഫൺ റൈഡ് ആയിരിക്കും. എല്ലാവർക്കും ചിരിക്കാൻ പറ്റും. പിന്നെ അവസാനം കുറേ ഇമോഷണലായിട്ടും ഫാമിലി മൂമെൻറ്റ്സ് എല്ലാം ഉണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. എൻ്റെ വേഷവും കാലിനി എന്നൊരു സിനിമയ്ക്ക് ശേഷം വന്ന ഈ സിനിമ ഇച്ചിരി കൂടി വ്യത്യസ്തമായ മുഖം